ഹരി രോഹിത്തിനെ വിളിക്കുന്നതാണ്. അവരുടെ ഒരു പ്ലാനുണ്ടല്ലോ, ശരണ്യയുടെ ഒരു പ്ലാന്. അവളെ വീട്ടിലെത്തിച്ചിട്ട് ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞ് വീട്ടിലെത്തിക്കാൻ അതിനൊരു പ്ലാൻ നടക്കുകയാണ്. അപ്പം രോഹിത്തിനോട് ആ കാര്യങ്ങൾ സംസാരിക്കുകയാണ് ചെയ്യുന്നത്. നീ ഇങ്ങോട്ട് വന്നിട്ട് നമ്മളതെല്ലാം സംസാരിക്കാമെന്നൊക്കെയാണ് പറയുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് ഭരതന മേനോൻ ബബിതയെ വിളിക്കുന്നതാണ്. ബബിതയോട് പറയും, നമുക്കൊരു ഷോപ്പിങ്ങിന് പോകാമെന്ന് പറയും. എപ്പോൾ തിരിച്ചെത്തുക വെച്ചാന്നൊക്കെ പറയുന്നുണ്ട്. നമുക്ക് ഇപ്പം തന്നെ തിരിച്ചെത്താം, നീ വേഗം പോയിട്ട് മാറ്റിയിട്ട് വന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് അത് കഴിഞ്ഞ് കൃഷ്ണമ്മൾ കാണുന്നത് എവിടെ വെച്ചാൽ പോകുന്നത്, അത് ബബിതനെയും കൂട്ടി നമ്മളൊരു ഷോപ്പിങ്ങിന് പോവുകയാണ്. ഷോപ്പിങ്ങിനെന്താ എന്നെ വിളിക്കാത്ത? അങ്ങനത്തെ ഷോപ്പിങ്ങിന് നല്ലടി, ഇതൊരു പണിഷ്മെൻറ്റ് ഷോപ്പിങ്ങാണ്. അലീനയുടെ ഡ്രസ്സൊക്കെ കീറി വെച്ചില്ലേ, അതിനൊരു ചെറിയൊരു പണി കൊടുക്കാനെന്നൊക്കെ പറയുന്നുണ്ട്. അത് കേട്ടപ്പോൾ കൃഷ്ണമ്മക്കൊരു സന്തോഷം തോന്നി. അത് കഴിഞ്ഞ് ഹരി മറ്റേ ശരണ്യം കൊണ്ടിരിക്കുന്നൊരു ഷേക്കൊക്കെ വാങ്ങി കൊടുക്കുന്നതാണ്. ഇതല്ലെങ്കിൽ നിനക്ക് വേറെ മാറ്റണോ, ഈ ടേസ്റ്റ് നിനക്ക് പറ്റുന്നുണ്ടോ എന്നൊക്കെ എനിക്കിത് മതി, നല്ല ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് പോകണ്ടേ, എവിടേക്ക്, നിനക്കിത് അൽഷിമേഴ്സാണോ? ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു ബർത്ത്ഡേ ഉണ്ടെന്ന്, അതൊരുപാട് ദൂരെയല്ലേ, എനിക്ക് വരാൻ പറ്റത്തൊന്നുമില്ല എന്ന് പറയും. അതെന്താ, ഞാൻ വേഗം കൊണ്ടുവിടുമല്ലേ, എന്തായാലും 4 മണിയാകുമ്പോഴത്തേക്ക് എനിക്ക് വീട്ടിലേക്ക് വരണം, എന്തെങ്കിലും കുഴപ്പമുണ്ടാകുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്ത് കുഴപ്പം, അവിടെ അവൻ്റെ അച്ഛനും അമ്മയും ഒക്കെ ഇല്ലേ, പിന്നെ എന്ത് കുഴപ്പം വരാനാന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെ നീ എന്തായാലും വരണം എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ വരാം, പക്ഷേ എന്നെ 4 മണിക്ക് മുന്നായി എത്തിക്കണം എന്നൊക്കെ പറയുകയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ഭവിതയും ബാലേന്ദ്രനും ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് പോവുകയാണ്. നിനക്കിത് അവളുടെ ഡ്രസ്സൊക്കെ കയറുമ്പോൾ നിനക്കെന്താ തോന്നിയത്? അതെനിക്ക് ദേഷ്യമാണ് തോന്നിയത്. അത് മാറാനാണ് ഞാൻ ഇത് കൊടുക്കാൻ പറയുന്നതെന്ന് പറഞ്ഞു. എനിക്കിത് കൊടുത്തതെന്ന് വെച്ചാൽ എൻ്റെ ദേഷ്യമൊന്നും മാറുന്നില്ലെന്ന് പറയുന്നുണ്ട്. പിന്നെ എടി, നിന്നൊക്കെ ചിന്തിച്ചിട്ടാണ് ഞാൻ ഈ കുടുംബ പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്, ഇല്ലെങ്കിൽ ഞാൻ എല്ലാത്തിനും അടിച്ച് പുറത്താക്കി ഞാനും പോയേനെ എന്നൊക്കെ പറയുന്നുണ്ട്. ഞാനിവിടെ വീണ് കിടന്നതിൽ നിന്ന് കുറച്ച് ഉയർന്നിട്ടാണ് ഇത്രയെങ്കിലും ചെയ്യുന്നത്. നിൻ്റെ അമ്മയ്ക്കാണോ നീ പഠിക്കുന്നത്? എനിക്ക് ഒരുപാട് വഴക്കിടുന്നുണ്ട് ബാലേന്ദ്രൻ. അത് കണ്ടിട്ട് ബബിതയ്ക്ക് പേടിയൊക്കെ ആവുന്നുണ്ട്. ഇത് വിളിച്ചിട്ട് അവൾക്ക് കൊടുക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പം ബബിത പോയി കൃഷ്ണ കൊടുത്തിട്ട് ഇത് അലീനയ്ക്ക് കൊടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവർ രണ്ടാളും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത്, എനിക്കാണോ, നിനക്ക് തന്നെ ഞാൻ ഡ്രസ്സ് വാങ്ങി തരുന്നത്, ഇത് അവൾക്ക് കൊടുക്കാനുള്ളതാണ്, നീ അവൾക്ക് കൊടുക്കണം, വേണമെങ്കിൽ നീ ഒരെണ്ണം നീ കൊടുത്തോ എന്നൊക്കെ പറയുന്നുണ്ട്. ദേഷ്യത്തിൽ അങ്ങോട്ടേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് അലീനയും ബാലേന്ദ്രനും കൂടി സംസാരിക്കുന്നതാണ്. പിന്നെ നിനക്ക് എങ്ങനെയുണ്ട് ഡ്രസ്സൊക്കെ ഇഷ്ടമായി? അച്ഛൻ്റെ സെലക്ഷനാണല്ലേ, എനിക്ക് ഇഷ്ടമായി എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് കൃഷ്ണമോളെ ഡ്രസ്സൊക്കെ കൊണ്ടു തന്നത് ഭവിത ചേച്ചിയും അച്ഛനും കൂടി വാങ്ങിയതെന്ന് പറഞ്ഞിട്ട് അവളെ കൊണ്ടുത്തന്നത്. അപ്പോൾ നിനക്ക് ഭവിത കൊണ്ടു തന്നില്ലേ? ഇല്ല, അതിനെന്താ, ആര് കൊണ്ടു തന്നാലും എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയല്ല, ഞാൻ അവളോട് പറഞ്ഞത് അവൾ തന്നെ കൊണ്ടുത്തരാനാണല്ലോ, എന്നിട്ടെന്താ അവൾ പറഞ്ഞ്, ഞാൻ പറഞ്ഞത് അവൾ അനുസരിച്ചില്ല അല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പറയണത്, അതൊന്നും കുഴപ്പമില്ല അച്ഛാ, ഇങ്ങനെ അവിടെ ഓരോന്നിനും ഇങ്ങനെ വഴക്ക് പറയണ്ട, അവൾക്ക് ദേഷ്യം കൂടുകയുള്ളൂ, അച്ഛനൊന്ന് മാത്രം നോക്കിയാൽ മതി, അവളുടെ പോക്കും വരവും എന്താ, അല്ല അവൾ പഠിക്കാൻ പോകുന്നുണ്ടോ, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ആണോ പോകുന്നത്, ഇനി അങ്ങനെ നോക്കിയിട്ടില്ലെങ്കിൽ അവൾ എവിടെയെങ്കിലും പോകുമെന്നൊക്കെ പറയുന്നുണ്ട്. അത് ടെൻഷനായിട്ട് എടുക്കുകയാണ് ബാലേന്ദ്രൻ. അത് കഴിഞ്ഞ് രോഹിത് ഹരിയുടെ വീട്ടിൽ പോവാണ്. ഹരിയുടെ വീട്ടിൽ നിന്ന് അവർ ചർച്ച ചെയ്യണം ശരണ്യനെ ട്രാപ്പിലാക്കുന്നതൊക്കെ. അലീനയ്ക്ക് കൊടുത്ത അതേ ഡോസാണോ, അതൊന്നുമല്ല, അതിനെക്കാട്ടി കുറച്ചും കൂടി കൂട്ടുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത് അവിടെ ഇരുന്നിട്ട് പ്ലാൻസൊക്കെ പറയുകയാണ്. എന്തെങ്കിലും കുഴപ്പമൊക്കെ ഉണ്ടാവുമോ എന്നൊക്കെ ചോദിക്കുകയാണ്. രോഹിത്തിന് നല്ല ടെൻഷനുണ്ട്. അപ്പോൾ ശരി പറഞ്ഞാൽ അതൊന്നും പേടിക്കാനൊന്നുമില്ല, അതൊക്കെ ശരിയാണെന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ ഞാൻ മാനേജ് ചെയ്തോളാം. അപ്പോൾ പിന്നെ ബാലചന്ദ്രനും എല്ലാവരും കൂടി ഫുഡ് കഴിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഓരോന്ന് പറയുന്നുണ്ട് അച്ഛ. പിന്നെ രോഹിതേട്ടൻ രോഹിതേട്ടൻ്റെ പോക്കൊന്നും ശരിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതെന്താ, അവൻ കളിക്കാൻ പോയതല്ലേ, അവിടെ തന്നെയാണോന്ന് അച്ഛൻ നോക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. നിങ്ങളിങ്ങനെ ഓരോരാളെ നോക്കാൻ പറഞ്ഞാൽ എനിക്ക് അതിനല്ലേ സമയം കാണും, നിങ്ങൾ പരസ്പരം നിങ്ങൾ തന്നെ നോക്കിയാൽ പോരെ.
നിങ്ങളിപ്പോൾ അനിയന്മാരോ ചേട്ടന്മാരോ എന്തെങ്കിലും കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉത്തരവാദിത്തോടെ അവരെ തിരുത്താൻ ശ്രമിക്കണ്ടേ എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ അതിന് മാത്രം രോഹിതേട്ടനൊന്നും ചെയ്തിട്ടൊന്നുമില്ല. ചെയ്തില്ലെന്നോ, ഒരു ദിവസം കുടിച്ചിട്ട് വന്നില്ലേ രോഹിതേട്ടൻ, കുടിച്ചിട്ട് വന്നോ എന്നൊക്കെ. അത് കുടിയനൊന്നുമല്ല എന്നൊക്കെ പറയുന്ന ബബിത പറഞ്ഞു. കുടിയൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നൊക്കെ